തീസിസ് വിഷയം. കാരണം നമ്മൾ നേരത്തെ 16-20 കണ്ട പോലെ കർത്താവ് അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്, മാതാവ് ഇവളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണ്? ആ പഴയ രജിസ്ട്രാർ അയാൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ആ സെക്ഷൻ ഓഫീസറും അത് തന്നെയാണ്. ഒരു കട്ടി കണ്ണടയും വെച്ച് ഇങ്ങനെ കറുത്തൂരിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അയാളെ കാണുമ്പോൾ തന്നെ പേടിച്ച് പോകുന്ന പറയണം. അയാൾ ഒന്നും അമ്പിനും ബില്ലും അടക്കാത്തൊരു പാർട്ടിയാണ്. അതിലൂടെ തന്നെയാണ് ഈ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും അതുപോലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, അതിലെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ നമ്മുടെ വഴികളിൽ ഇങ്ങനെ വട്ടം കിടക്കുകയാണ് ഒന്നും നടത്താതിരിക്കാൻ വേണ്ടി. അതിന് പറ്റിയൊരു ഗൈഡും. പക്ഷേ ഈ 3 ഭീകരന്മാരും കൂടി ഇതിൻ്റെ ജീവിതത്തിലൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. 8 കൊല്ലം പോയി. ഇപ്പോൾ എന്നാ പറ്റി? അമ്മ നേരിട്ട് ഈ തീസിസ് എടുക്കുകയാണ്. അമ്മ ഇവിടെ നിങ്ങൾക്ക് തമാശ തോന്നുമോ? നിങ്ങളിങ്ങനെ ബുദ്ധിയും ബോധമില്ലാതെ ചില പിള്ളേരെ പോലെ അവിടെ ഇവിടെ വായിട്ട് നോക്കി അത് കൊണ്ടുവന്ന് കെട്ടിത്താത്തുന്ന പോലെയല്ല. ചില ആൾക്കാരൊക്കെ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇവിടെ നിൽക്കും. അപ്പോൾ ഞാൻ പറയും, അത് ശരിയായി, അതാണ് ഉടമ്പടി. എന്നതാ കാര്യം? അവർ ആ നെഞ്ചത്ത് വെച്ച് കുറച്ച് നേരം ഇത് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിട്ടതിന് ശേഷം മാതാവിൻ്റെ മൂത്രം നോക്കും. എന്താ കാര്യം? ഉടമ്പടി ഏൽപ്പിക്കണം എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ഇടാൻ പറ്റും, ഏൽപ്പിക്കണ വേറെ വിഷയമാണ്.